മലയാളികൾ ഏറ്റെടുക്കുന്ന ഒരു മനോഹരമായ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തരംഗമാക്കുന്നത്. നടി കാവ്യ മാധവൻ വർഷങ്ങളായി പണ്ട് മലയാള സിനിമകളിൽ കാവ്യയ്ക്ക് ശബ്ദം കൊടുത്ത മലയാളികളുടെ പ്രിയപ്പെട്ട നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമൊക്കെയായ ശ്രീജ രവിയെ മകൾ രവീണ രവിയും കണ്ടതിൻ്റെ സന്തോഷമാണ് പങ്കുവച്ച് എത്തിയിരിക്കുന്നത്. കാവ്യയെ കണ്ടപ്പോൾ ശ്രീജ രവി ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഒരുപാട് നാളുകൾക്ക് ശേഷം കണ്ടതിൻ്റെ സന്തോഷം അറിയിക്കുകയും ചെയ്യുന്ന വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ ഏറ്റെടുക്കുകയും അതുപോലെ പ്രേക്ഷകർ വളരെയധികം സ്നേഹത്തോടെ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന വാർത്തയായി ഇത് മാറുന്നു. അതിൽ പ്രേക്ഷകരുടെ കമൻറ്റ് പോലും വളരെയധികം പ്രത്യേകതയുള്ളതാണ്. ഒരു വശത്ത് ശരീരവും മറുവശത്ത് ശബ്ദവും എന്നാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നത്. കാവ്യ അഭിനയം നിർത്തുന്നതിന് കുറച്ച് ചിത്രങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ പിന്നീടെല്ലാം കാവ്യ ഡബ്ബ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏതായാലും പ്രധാന ചിത്രങ്ങളൊക്കെ തന്നെയും ശ്രീജയുടെ ശബ്ദത്തിലാണ് കാവ്യയെ ഏറ്റവും കൂടുതൽ എല്ലാവർക്കും അറിയാവുന്നത്. ഒരുപക്ഷെ കണ്ണടച്ചു കഴിഞ്ഞാൽ ശ്രീജയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ കാവ്യയുടെ ചില സിനിമകൾ നമുക്ക് ഓടി വരും അല്ലെങ്കിൽ ഓർമ്മ വരും എന്നത് വളരെയധികം തന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. കാവ്യയുടെ ജീവിതത്തിലെ വളരെയധികം പ്രധാനപ്പെട്ട സിനിമകളൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് വളരെയധികം അറിയുന്ന സിനിമകളൊക്കെ തന്നെയും ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ഇഷ്ടമുള്ള സിനിമകളായി മാറിയിട്ടുണ്ട്. കാവ്യ ലീഡായി അഭിനയിച്ച ഒരുപാട് സിനിമകൾ, ഹിറ്റ് സിനിമകൾ, അതിലെല്ലാം തന്നെ ശബ്ദം നൽകിയിട്ടുള്ളത് ശ്രീജ തന്നെയാണ്. എടുത്തു പറയേണ്ടത് മീശമാധവനും തെങ്കാശിപ്പട്ടണവും റൺവേയും കൊച്ചി രാജാവും ഒക്കെ തന്നെയാണ്. നിരവധി സിനിമകളിൽ ഇത്തരത്തിൽ തന്നെ കാവ്യ മാധവനും ശ്രീജയും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ളവരാണ്. 1500 സിനിമകളോളം തന്നെ മലയാളത്തിലും തമിഴിലും തെലുങ്കിലും മറ്റു ഭാഷകളിലും തന്നെ ചെയ്തിട്ടുണ്ട്. ശ്രീജ ഇതുപോലെ കാവ്യയ്ക്ക് മാത്രമല്ല ശാലിനിക്കും നയൻതാരയ്ക്കും ദിവ്യ ഉണ്ണിക്കും ഒക്കെ തന്നെ വളരെയധികം തന്നെ സോഷ്യൽ മീഡിയയിൽ സജീവമായി നിൽക്കുന്ന തരത്തിൽ തന്നെ ഡബ്ബിംഗ് ചെയ്ത് എല്ലാവർക്കും അറിയാവുന്നതാണ്. വളരെയധികം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് തന്നെയാണ് ശ്രീജ രവി. അതേ മേഖലയിലേക്ക് തന്നെ മകൾ കൂടി എത്തിയപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് അത് അറിയുമ്പോൾ തന്നെ വളരെയധികം സന്തോഷമാണ്. 62 വയസ്സാണ് ശ്രീജ രവിക്ക്. ശ്രീജയുടെയും മകളുടെ വിവാഹം വളരെയധികം പ്രേക്ഷകർ ഏറ്റെടുത്ത ഒന്ന് തന്നെയായിരുന്നു ഈയിടയ്ക്ക്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തൊരു വാർത്തയായി തന്നെ അത് മാറുകയും ചെയ്തു. ഒരു ഡബ്ബിംഗ് കലാകാരിയായ ശ്രീജ രവി അഖിൽ സത്യൻ സംവിധാനം ചെയ്ത വരനെ ആവശ്യമുണ്ടെന്ന ചിത്രത്തിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മോഹിനിയാട്ടം, ഭരതനാട്യം എന്ന സിനിമകൾ ഹിറ്റായി മാറിയപ്പോൾ അതിലെ പ്രധാന വേഷത്തിലും താരം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിരവധി സിനിമകളിൽ നല്ല കഥാപാത്രങ്ങളിൽ അഭിനയിച്ചും തന്നെ അഭിനയ മികവിനെയും കൂടി ഈയിടയ്ക്ക് ശ്രീജ രവി എല്ലാവരുടെ മുൻപിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു. മകൾ രവീണയും ഇതുപോലെ അഭിനയത്തിൽ മിടുക്കി തന്നെയാണ്. അതുപോലെ മറ്റു ഭാഷകളിൽ ഇപ്പോൾ നയൻതാരയ്ക്ക് ഉൾപ്പെടെ തന്നെ ഡബ്ബ് ചെയ്യാൻ രവീണയ്ക്കും സാധിക്കുന്നുണ്ട്. അമ്മയുടെ അതേ പാത പിന്തുടർന്ന് തന്നെയാണ് ശ്രീജയുടെ മകൾ രവീണയും ഇപ്പോൾ ഡബ്ബിംഗ് മേഖലയിലേക്ക് എത്തിയിരിക്കുന്നത് എന്നതും വലിയ സന്തോഷം തന്നെയാണ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.